ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇപ്പം എൻ്റെ നാട്ടിൽ പോയി വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ റീൽസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ഇവിടെ വൈഫൈ അതിനെ കൊണ്ട് തന്നെ അവിടെ പോയതിന് ശേഷം ഞാൻ ദിവസം ഡെയിലി ഉള്ള റീചാർജ് ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇങ്ങോട്ട് പോരുമ്പോൾ ഞാൻ റീചാർജ് ഒന്നും ചെയ്തിട്ടില്ലേനു, അങ്ങനെ വീഡിയോസ് ഒന്നും ഇട്ടിക്കില്ല. അക്കൂട്ടത്തിൽ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം വ്ളോഗ് ഇട്ട സമയത്ത് എന്നോട് ഒരാൾ ചോദിക്കുന്ന, അതെന്താ അവിടെ പോയിട്ട് വീട്ടുകാരെന്താ മോശമായിട്ട് പെരുമാറിയോ, വീട്ടുകാരെന്താ പിന്നെ പോവാൻ പറഞ്ഞോ എന്ന് കുറേ വേണ്ടാത്ത ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താ അങ്ങോട്ട് പോയ ഉഷാറില്ലാലോ ഇങ്ങോട്ട് എന്നൊക്കെ. അപ്പോൾ അത് അവിടുന്ന് പോരുമ്പോഴുള്ള വിഷമം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ കേട്ടോ. അല്ലാതെ എൻ്റെ കുടുംബക്കാരും എൻ്റെ വീട്ടുകാരും ഒന്നും പറഞ്ഞിട്ടും ഒന്നും അല്ല. പിന്നെ എൻ്റെ ഉമ്മ, ഞാൻ നിങ്ങളോട് ഒരുവിധം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് 5-6 വർഷമായി. ഉമ്മ പോയതിന് ശേഷം എന്താ പറയുക, വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലിങ്സാണ്, വല്ലാത്തൊരു വിഷമമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് ലോങ്ങും അതിനെ കൊണ്ട് തന്നെ ഞാൻ ബാക്കോട്ട് അടിക്കലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ആങ്ങളുടെ ഓളെല്ലാം വിളിച്ചിട്ട് പറയും, നീ ഇങ്ങനെ ഇത്രയും താമസിച്ചിട്ട് വരല്ലേ, അടുത്തടുത്ത് ഇനിയിപ്പം പെരുന്നാളല്ലേ, അപ്പോൾ ആ സമയത്തും വരാൻ നോക്ക് എന്നൊക്കെ പറയും. എനിക്ക് ജ്യേഷ്ഠത്തികളുണ്ട്, ആങ്ങളാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതന്നെ എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ എൻ്റെ ചെറുതിൽ മരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, അങ്ങനെ നോക്കിയതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരുന്നത് ഉമ്മാനോടായിരുന്നു. ഉമ്മ ഇല്ലാത്ത അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ വേദന എന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ എല്ലാതും ഷെയർ ചെയ്യുന്ന, നമ്മളെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ഒരു ഉമ്മയും കൂടി ആയിക്കഴിഞ്ഞാൽ അത് തീരാ നഷ്ടം തന്നെയാണ്. അത് എത്ര 6 അല്ല ഇനി 16 അല്ല 60 വർഷം കഴിഞ്ഞാലും നമ്മുടെ ഉമ്മ പോയി കഴിഞ്ഞാലുള്ള ഒരു വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എൻ്റെ വീട്ടുകാർക്ക് ഞാനും എൻ്റെ സ്വന്തം വീട്ടുകാരും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, നല്ല നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യങ്ങളിലും നമ്മളുണ്ടെങ്കിലും കൂടിയിട്ട് ഞങ്ങൾ ചോരകൾ ഒന്ന് തന്നെയാണ് കേട്ടോ. അത് എന്ത് തന്നെ ആയാലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റയാൾക്ക് വേദന എടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത്രയും നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒരു പ്രശ്നങ്ങളും എൻ്റെ സ്വന്തം വീട്ടിൽ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോകൂലോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോവുമോ? ഒരിക്കലും പോകൂല. എന്താ ഇങ്ങനെ ഞാൻ പോവാണ്ട് മടി പിടിച്ചിട്ടിരിക്കുന്നതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഉമ്മ പോയി കഴിഞ്ഞതിന് ശേഷം മറ്റേത് ഞാൻ കൂടെ പോക്കുണ്ടായിരുന്നു. ഉമ്മാക്ക് ഒരു ദിവസം ഞാൻ വിളിച്ചിട്ടില്ലെച്ചെങ്കിൽ ഭയങ്കര ഒരു വിഷമാണ്. അന്ന് ഒക്കെ എന്ന് വെച്ചാൽ പിന്നെ ഫോണിലത്തെ ഇത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ വിളിക്കാനും പറ്റൂല. അപ്പം ചില ദിവസങ്ങളിൽ വിളിച്ചിട്ടില്ലെച്ചെങ്കിൽ ആരെങ്കിലും ഫോണിന്നെങ്കിലും ഉമ്മ ഇങ്ങോട്ടെങ്കിലും വിളിക്കും. എൻ്റെ കോൾ അങ്ങോട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വിളിക്കും. ഒരു ദിവസം പോലും എൻ്റെ ശബ്ദം കേൾക്കാണ്ടിരിക്കാൻ പറ്റാത്തൊരു ഉമ്മയായിരുന്നു കേട്ടോ. അപ്പം ഉമ്മാക്ക് തുല്യം ഉമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ വിഷമമായി കഴിഞ്ഞാലും സന്തോഷമായി കഴിഞ്ഞാലും ബാക്കിയുള്ള കാര്യങ്ങളായി കഴിഞ്ഞാലും കുറച്ചൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് നിങ്ങൾ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ കുറച്ചെങ്കിലും നീതി പുലർത്തണം എന്നുള്ളത് എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വന്ന് പറയാറുണ്ട്. അക്കൂട്ടത്തിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് മതപരമായിട്ടായാലും ബാക്കിയുള്ള കാര്യങ്ങളിലായാലും അല്ലേ. അപ്പോൾ എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഞാൻ പറയാറുണ്ട്. ഒരു മിനിറ്റ്, അതിവിടെ പൊരേ കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ ഇടവലത്തെ ഓള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് വീഡിയോ കട്ടാക്കിയത്. പിന്നെ അപ്പം അക്കൂട്ടത്തിൽ ഞാനിങ്ങനെ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നതിൽ അതങ്ങനെ പറഞ്ഞു പോകും ഒരു സൈഡിന്. ഞാനിപ്പം എൻ്റെ കാര്യങ്ങളായിക്കോട്ടെ ഇവിടെ വന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറയുമ്പോൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം. ഇതിൽ വന്നിട്ട് കമൻ്റ് ഇടും, താത്താക്ക് അങ്ങനെ വേണം, അല്ലെങ്കിൽ താത്താക്ക് ഇങ്ങനെ വേണം, ഇങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ. ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ തന്നെ എല്ലാവരും ഒരേ വിശ്വാസത്തിൽ പോകണം എന്നൊന്നും ഇല്ല. മനുഷ്യന്മാർ പലവിധമാണ്, അപ്പോൾ വിശ്വാസങ്ങളും പലവിധമാണ്. അത് അങ്ങനെ കണ്ടാൽ മതി. നമ്മളിപ്പം വ്യക്തിപരമായിട്ട് ഞാൻ പറയട്ടെ, ഓരോരുത്തരുടെ ആദർശങ്ങളോടാണ് നമുക്ക് പൊരുത്തക്കേടുകൾ അല്ലേ. അല്ലാതെ ആ ഒരു വ്യക്തിനോട് നമുക്ക് ആ വ്യക്തി
ആവണം, അല്ലെങ്കിൽ ആ വ്യക്തി എന്ന ഉള്ള ഒരു മനുഷ്യനോട് നമുക്ക് ഒരിക്കലും ഞാൻ എന്ന വ്യക്തിക്ക് മറ്റുള്ളവര് ഇല്ലാണ്ടാവണം എന്നോ അയാൾ നശിച്ച് കാണണമെന്നോ ഒന്നുമില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, സ്വാഭാവികം കേട്ടോ. അപ്പൊ അതിനിങ്ങനെ വന്നിട്ട് നിങ്ങൾ എല്ലാ വീഡിയോസിലും വന്നിട്ട് പറയും അങ്ങനെ വേണം ഇങ്ങനെ വേണം, അങ്ങനത്തതല്ലേ ഇങ്ങനത്തതല്ലേ, അത് പിന്നെ നെവർ മൈൻഡ് എന്ന് വെച്ചാൽ നിങ്ങളെ സ്വാതന്ത്ര്യമാണ്. ഇവിടെ വന്നിട്ട് പബ്ലിക്കാണ്, ഇവിടെ വന്നിട്ട് കമന്റ്, ഏത് തരത്തിലുള്ള കമന്റ് ഇടുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, മനസ്സിലായോ? നോ പ്രോബ്ലം. അത്രേ ഉള്ളൂ. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ആരാ എന്തോന്നൊക്കെ അത് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം അതങ്ങനെ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ വീട്ടുകാരും ഞാനും എൻ്റെ ബ്രദേഴ്സ് ആയാലും അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റേഴ്സ് ആയാലും ഒന്നും ഒരു പ്രശ്നവും ഇല്ലാതെ ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. പിന്നെന്താ, ഉമ്മ മരിച്ചിട്ടൊക്കെ ഇവിടെ വന്നിരുന്നു, ജ്യേഷ്ഠത്തിയൊക്കെ ഇവിടെ വന്നിരുന്നു. അല്ലാതെ ഞങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും പോകില്ല. ഈ മക്കളെയും കുറച്ച് കൂട്ടിയിട്ട് കുറച്ച് ദൂരെ ഉള്ളീനെ കൊണ്ടാണ് അങ്ങ് പോവാനൊരു ബുദ്ധിമുട്ടൊക്കെ. പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഇതുപോലെ തന്നെ ഒരു സാഡ് മൂഡായിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ വരുന്നേ എന്നോട് ഇവിടെ അടുത്തുള്ള ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നിന്റെ വീട്ടിൽ പോയിട്ട് എന്താണ് ആരെയും ഒന്നും കാണിക്കാണ്ടിരുന്നത്, കുറച്ച് പിള്ളേരെ മാത്രം കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും ക്യാമറക്ക് മുമ്പിൽ വരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, ആർക്കൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്താ പറയാ, ഇത് എൻ്റെ ചോയ്സാണ് ഒരു യൂട്യൂബർ ആവുക എന്നുള്ളത്. അത് ഞാൻ പറയാറുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടുകാർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നുള്ളത്. അതിപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ജ്യേഷ്ഠത്തിക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല എന്നൊക്കെ ഉള്ളത്. പക്ഷെങ്കിൽ എന്താ, നമ്മൾ മാന്യമായിട്ട് വീഡിയോസ് ഇടുന്നത് അത്രേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അവരവരെ അഭിപ്രായം പറയും, ഞാൻ എൻ്റെ അഭിപ്രായം ഞാനും പറയും, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം ഒന്നുമില്ല കേട്ടോ. നമ്മൾക്കിപ്പം ഇത് ഒരു ഭാഗത്ത് ആണെങ്കിലും കൂടിയിട്ട് ഒരു സൈഡിലോട്ട് ഇപ്പം ഞാൻ ഇതുകൊണ്ട് പോകുന്നുണ്ടെങ്കിലും കൂടിയിട്ട് എനിക്കൊരു വിഷമം വന്നാൽ എൻ്റെ കൂടപ്പിറപ്പുകൾ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. അതിലൊന്നും ഒരു സംശയവും ഇല്ല. പിന്നെ പറയുന്നവർക്ക് എന്തും പറയാം. പിന്നെ നമ്മൾ എന്താ പറയുക, ഊഹിച്ചെടുത്തിട്ട് നമ്മൾ ഒരിക്കലും പൂരിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ കേട്ടിട്ടില്ലേ? മറ്റുള്ളവരുടെ, മലയാളീസിന് എപ്പോഴും ഉള്ളതാണ് എന്ത്, മറ്റുള്ളവരുടെ വീടുകളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ചികഞ്ഞ് അന്വേഷിക്കുക, എന്നിട്ട് അതിൽ രസം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന് ഒരു എക്സ്പ്ലനേഷൻ തരണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് 1-2 വീഡിയോസിൽ ഷോർട്സിലെല്ലാം ഇങ്ങനെ വന്നിട്ട് കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അക്കൂട്ടത്തിൽ ഞാൻ വിചാരിച്ചു ഇതൊന്ന് പറയണമെന്ന് ഒന്ന് തോന്നി. പിന്നെ ഞാൻ എന്നുള്ളൊരു വ്യക്തിക്ക് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അടുത്താണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ടെങ്കിലും കുറച്ച് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് ജീവിക്കാൻ തുടങ്ങിയത് കേട്ടോ. ഇതുവരെയും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, അവരുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് കാത്തു നിന്നിട്ട് അവരെന്താണോ പറയുന്നത് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇല്ല, അങ്ങനത്തെ ഒരു രീതിയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇന്നലെ വ്ളോഗിൻ്റെ അകത്ത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇതിൽ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും ഒരു ആനന്ദവും ഞാൻ കണ്ടെത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിക്കും ഇതാണ് എൻ്റെ തൊഴിൽ, ഇതാണ്. ഓരോരുത്തർക്കും ഓരോ ജോലി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം എൻ്റെ ജോലി ഒരു യൂട്യൂബർ ആവുക എന്നുള്ളത് ചിലപ്പോൾ പടച്ചോന് എഴുതിയിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ വരൂലല്ലോ. ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ കൈക്ക് സുഖമില്ലാഞ്ഞിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ പോയടുത്തുനിന്ന് അവിടുത്തെ നഴ്സ് വരെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നമ്മളെ കൊണ്ടാവൂല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ടാവൂല ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു കഴിവുണ്ട്, ആ കഴിവ് നിങ്ങൾ വിനിയോഗിക്കണം. ഞങ്ങൾ ചെയ്യുന്നത് ഈ തൊഴിലാണ്. അപ്പൊ അതുപോലെ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാതും ചെയ്യാം എന്നുള്ളതിൽ ഓരോരുത്തർക്കും ഓരോ കഴിവ് പടച്ചവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ട് നമ്മളെ എല്ലാവരും അംഗീകരിക്കണമെന്നും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നും നമ്മൾ വാശി പിടിക്കാനും പാടില്ല. ഇഷ്ടപ്പെടുന്നവര് ഇഷ്ടപ്പെടട്ടെ. പിന്നെ ഊഹാപോഹങ്ങൾ നന്നല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. ഒന്നും ഒരു പ്രശ്നമല്ല. പിന്നെ എൻ്റെ ദാമ്പത്യ ജീവിതത്തിലായി കഴിഞ്ഞാലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു ഇതില്ല. എന്താ, ചട്ടിയും കല ആവുമ്പോൾ തട്ടിയും മുട്ടിയിട്ടൊക്കെ ഇരിക്കുമല്ലേ എന്നും വിചാരിച്ചിട്ട് അത് കാലങ്ങളോളം ഇരിക്കുന്ന പിണക്കങ്ങളൊന്നല്ല. കുറച്ച് സൗന്ദര്യ പിണക്കങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ മാറുകയും ചെയ്യും കേട്ടോ.
പിണക്കങ്ങൾ ഉള്ളിടത്താണ് സ്നേഹം ഉണ്ടാവുക എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലാത്തത് വെറും അഭിനയം മാത്രമായിരിക്കും. ആത്മാർത്ഥത ഉള്ള സ്നേഹത്തിന് എപ്പോഴും പിണക്കങ്ങളും ഇണക്കങ്ങളും സ്വാഭാവികം, അത് വേണം. എന്നെങ്കിലാണ് യാഥാർത്ഥ്യമുള്ള ആത്മാർത്ഥതയുള്ള സ്നേഹം ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോലെ തന്നെ ഞാനും ഓരോ ഘട്ടങ്ങളിലൂടെയും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ എൻ്റെ ഓരോ കാര്യങ്ങളായി കഴിഞ്ഞാലും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങളെന്നും എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എൻ്റെ വീഡിയോസിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് തുറന്നു പറയുക. ശരി തന്നെയാണ്, എല്ലാതും നമ്മൾ പബ്ലിക്കിന്റെ മുമ്പിൽ ഇട്ടിട്ട് അലക്കുക എന്നുള്ളത് ശരിയായ ഒരു ഏർപ്പാടല്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഈ കുറച്ച് കാര്യങ്ങൾ പറയണം എന്നുള്ളത് എനിക്ക് തോന്നി. കാരണം ഞാൻ ഇങ്ങനെ വന്നിട്ട് കമന്റ്സ് ഇടുന്നതാ എൻ്റെ വീട്ടുകാരും ഞാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് വെച്ചെങ്കിൽ അത് ചിന്തിച്ചാൽ പോരെ, ഞാനവിടെ പോവുക. എന്നെ എൻ്റെ മക്കളെയും ട്രീറ്റ് ചെയ്തത് വരെ ഷോർട്സ് ആക്കിയിട്ടും വീഡിയോസ് ആക്കിയിട്ടും ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ ആങ്ങളുടെ മോളപ്പുരാണ് ഞാൻ അവിടെ പുഴയിലെല്ലാം ഞങ്ങൾ പോയി ചായ കുടിച്ച് അപ്പുറത്തുനിന്ന് ചായക്കടിയെല്ലാം വാങ്ങി കുടിച്ച് നമ്മൾ നല്ല എൻജോയ്മെന്റ് ആയിട്ട് നല്ല ഉള്ള ദിവസം ഒരാഴ്ചയോളം നിന്നത് നല്ല എൻജോയ് ചെയ്തിട്ട് നിന്ന ദിവസങ്ങളായിരുന്നു. എൻ്റെ മക്കൾക്ക് അവിടുന്ന് പോരാനും ഇഷ്ടമുണ്ടായിട്ടല്ല, ഇവിടെ 4-5 ദിവസം 5-6 ദിവസം ഇവിടുത്തെ മദ്രസ ഒഴിവാക്കിയിട്ടാണ് അവിടെ പോയി നിന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ചെറിയ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അതൊന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഉത്തരം തരണം എന്നുള്ളൊരു തോന്നലുണ്ടായി. ഇതിനെ കൊണ്ടാണ് ഇപ്പൊ വന്നിട്ട് ഇത് പറയുന്നത് കേട്ടോ. അല്ലാതെ വേറെ വിഷയങ്ങളൊന്നുമില്ല. എൻ്റെ പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഓർമ്മകൾ ആയവിറക്കിയോ പഴയ ഓർമ്മകളൊക്കെ ഇതാക്കിയോ. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ നാട്ടിൽ പോയിട്ട് ആ പുഴ ഒക്കെ ഉണ്ടല്ലോ, എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നമ്മുടെ ബാല്യങ്ങളിൽ കഴിഞ്ഞു പോയ കുറെ കാര്യങ്ങൾ ഓർത്തു പോയി ഞാൻ ആ പുഴ കണ്ടപ്പോൾ. ഇനി എപ്പോഴാണ് ഇനി എനിക്ക് കാണാൻ സാധിക്കും, അത് ഏതൊരു കാര്യമായി കഴിഞ്ഞാലും എൻ്റെ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ വിചാരിക്കും ഇനി എൻ്റെ നാട് എൻ്റെ ആയസിന്റെ ഇതിൽ ഞാൻ ഇനി കാണുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് പോരാറുണ്ട്. കാരണം ദൂരം കൊണ്ട് ഞാൻ ചിന്തിക്കാറുണ്ട് ഇനി എപ്പോഴാണ് പോവുക, അല്ലെങ്കിൽ എപ്പോഴാണ് എൻ്റെ നാട് ഞാൻ എപ്പോഴാണ് കാണുക. ഇപ്പൊ തന്നെ 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ എൻ്റെ നാട് എപ്പോഴാണ് ഞാൻ കാണുക എന്നുള്ളത്, എന്താ നമ്മൾ മറ്റേ ചിന്നത്തമ്പിയിലൊക്കെ കാണുന്ന പോലെയാണ് എൻ്റെ നാട് കേട്ടോ. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. ഇവിടെ മാഹിയിലുള്ള പോലെയല്ല. അപ്പൊ നല്ല രസമാണ് കാണാൻ. ഞാൻ അവിടെ പോയ പാടങ്ങളും തോടുകളും ഇതെല്ലാം പോയി നോക്കും കേട്ടോ. നല്ല രസമാണ്. കുഞ്ഞു പാലങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമാണ് കാണാൻ കേട്ടോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഓർത്തു പോകും. എന്ത് പറഞ്ഞാലും നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമല്ലേ അത്. അപ്പൊ അതിന്റെ ആ ഒരു നൊസ്റ്റു ഉണ്ട്, എപ്പോഴും ഉണ്ട് ഇവിടെ. നമ്മളെ ജന്മനാടിനോടുള്ള ആ ഒരു ഇഷ്ടം അത് എവിടെ നമ്മൾ പോയി കഴിഞ്ഞാലും നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അത്രത്തോളം അതിനേക്കാട്ടിലുപരി എൻ്റെ ആ ഉമ്മാന്റെ ഓർമ്മകളും ഉള്ള നാട്. ഓരോരുത്തർക്കും ഓരോ വിഷമം ഉണ്ടാവും അല്ലേ ജീവിതത്തിൽ. അങ്ങനെ എന്താ പറയാ, എപ്പോ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് സാഡായിട്ട് ഇരിക്കും ഞാൻ ഓരോന്ന് ചിന്തിച്ചിട്ട്. ഉമ്മ മരിച്ചിട്ട് ഒരുപാട് കാലം കരഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കേട്ടോ. ഇപ്പോഴും പറയുമ്പോഴത്തേക്ക് എനിക്ക് കണ്ണിൽ വെള്ളം നിറയും. കാരണം എൻ്റെ എല്ലാം ഉമ്മയായിരുന്നു, എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഉമ്മയായിരുന്നു. അതാണ് വേദന. എൻ്റെ ആങ്ങളുടെ ഓള് പറയും, നിങ്ങളെല്ലാതും ഇരുന്ന് ഉമ്മ അവിടെ കട്ടിലിന്റെ മൂലയിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതുന്നുണ്ടാവും. ബാക്കിൽ കുത്തിരുന്ന് നമ്മളെ വിഷമങ്ങളായാലും നമ്മളെ സങ്കടങ്ങളായാലും അല്ലെങ്കിൽ സന്തോഷങ്ങളായാലും വേറെ എന്തായി കഴിഞ്ഞാലും എന്തനുഭവമായാലും ഇന്നെന്ത് സംഭവിച്ചു എന്നുള്ളത് അങ്ങനെ വേണ്ട, ഇനി ഒന്നും പറയാൻ ബാക്കി ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നായിരുന്നു. എൻ്റെ ഒരു ജ്യേഷ്ഠത്തി വിളിച്ചു കഴിഞ്ഞാൽ ഉമ്മ പാവവും റിസീവർ മറ്റേ സാധാ ലാൻഡ് ഫോണൊക്കെ ഉള്ള സമയത്ത് തന്നെ അവള് വിളിച്ചു കഴിഞ്ഞാൽ ഉമ്മ ഇങ്ങനെ ഓതുന്നുണ്ടാവും, റിസീവർ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഓളെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടാവും. ഞങ്ങളത് പറഞ്ഞിട്ട് കളിയാക്കല കേട്ടോ. ഓളെ കാര്യങ്ങൾ ഇങ്ങനെ പറയൂ, ഉമ്മ ഇരുന്ന് അങ്ങനെ ഓതുന്നുണ്ടാവും. മണിക്കൂർ കണക്കിന് അങ്ങനെ ഇരുന്ന് പറയും. ഞാൻ മാത്രല്ല, ഞങ്ങള് 3 ആളും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ഉമ്മാര് പോയാല് അത് എന്താ പറയാ, ഇനി തിരിച്ചു കിട്ടൂല. നമ്മളെ നല്ല കാലങ്ങൾ പോയി, നല്ല ജീവിതങ്ങൾ നമ്മളത് കഴിഞ്ഞു പോയി. ഉമ്മയും വാപ്പയും എൻ്റെ ഉമ്മയായിരുന്നു എല്ലാം കൊണ്ടും. ഒന്നിനും ഒരു കുറവില്ലാതെ വളർത്തിയൊരു ഉമ്മയായിരുന്നു. അപ്പൊ ഇനിയിപ്പോ നമ്മളെ ജീവിതം ഇനി നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക, മക്കളെ ജീവിതം സുന്ദരമാക്കുക. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉമ്മ എനിക്ക് എന്താണോ
തന്നത് അതേ സ്നേഹം എൻ്റെ മക്കൾക്ക് കൊടുത്തിട്ട് ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ മക്കൾ ഇപ്പം തന്നെ എന്നോട് എല്ലാതും പറയും കേട്ടോ. എൻ്റെ 3 മക്കൾ ഇവിടെയുള്ള 3 ആളും എന്നോട് എല്ലാതും പറയും. ചോട്ട പിന്നെ അത്രക്കേ ആയിട്ടുള്ളൂ, അത് പിന്നെ ഇന്നതെന്നൊന്നുമില്ല, എല്ലാം പറയുമല്ലോ. മറ്റേത് 2ഉം പറയും, എന്താണേലും പറയും. അപ്പം അങ്ങനെ അതുകൊണ്ട് എൻ്റെ മക്കൾ എന്നോട് അത്രയും ഇതാകുന്നതുകൊണ്ട് വലിയൊരു ഇതില്ലാണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഇല്ലെങ്കിൽ ഭയങ്കര ഒരു ചിന്ത കൊടുക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. കുറേ ഇരുന്ന കാര്യം ആലോചിച്ചിട്ട് എന്തപ്പം പോയവർ തിരിച്ച് വരൂല, നമ്മളെ പോയ ജീവിതം നമുക്ക് തിരിച്ച് കിട്ടൂല. പിന്നെ എന്താന്ന് വെച്ചാൽ ഉള്ള ഇപ്പോഴത്തെ ഈ ഒരു ജീവിതം നമ്മൾ ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന പിന്നെ നമ്മളെ മക്കൾക്ക് ആരും ഇല്ല അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക, നമ്മൾ സ്വയം നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ കമന്റ്സ് ഇട്ടവർക്കുള്ള മറുപടി ആയിട്ടാണ് ഈ വീഡിയോ. ഞാനും എൻ്റെ വീട്ടുകാരും സ്വന്തം വീട്ടുകാരും ആയിക്കോട്ടെ, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരും ആയിക്കോട്ടെ, എൻ്റെ ഭർത്താവും ആയിക്കോട്ടെ, ആരുമായിട്ടും ഒരു പ്രശ്നമല്ല, മാഷാ അല്ലാ, ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.